ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും നല്ല നാടൻ ബീഫ് കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫിലേക്ക് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് 3-4 വിസിലടിച്ചെടുക്കാം. ആ സമയം നമുക്ക് ഇതിലേക്കുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം. ഇത് കടുക് വറുത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില പെട്ടെന്ന് വഴാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മസാല എടുത്ത് വയ്ക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല ഇവ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. നന്നായി ചൂടായി വന്നു. എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെന്തിരിക്കുന്ന ബീഫ് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിന് ചെറിയ തിള വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് പെരിഞ്ജീരകം എടുത്ത് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം നന്നായിട്ട് വറ്റി വരണം. ഇപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നെയ്ച്ചോറിനുള്ള അരി കഴുകി വൃത്തിയാക്കി എടുക്കാം. അരി കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക. ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇടാം. ഗ്രാമ്പൂ, കറുകപ്പട്ട. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അളവ് വെള്ളം ഒഴിക്കുന്നതിന് പറയുന്നില്ല. അരി ഇട്ടതിന് നികന്ന മേളിൽ നിൽക്കണം വെള്ളം. അപ്പം 3 വിസിലടിച്ചാൽ മതി. 3 വിസിലടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിന് വെള്ളമില്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. എല്ലാം ഒന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് നമുക്ക് 3 വിസിലടിപ്പിച്ച് ഫുൾ എയർ പോയതിന് ശേഷം തുറന്നെടുക്കാം. അതിലേക്ക് ആവശ്യമായ കുറച്ച് സവാള കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.